ഈ നിലകൊഴുന്നത് എന്തൊരു എളുപ്പമല്ലേ? അതെ അതെ, പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. വയലിൽ പണിയെടുക്കുന്നത് ബാക്കിയുള്ളവർക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. ഈ നിലകൊഴുന്നത് കുറച്ച് കഷ്ടപ്പാടുള്ള പണി തന്നെയാണ്. മോട്ടോ എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യേ, നടു ഒടിയാറായി. എന്റെ പത്തിലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ എന്തേലും ചെയ്. ഐഡിയ! ആ കാണുന്ന കൊട്ടയ്ക്കകത്തേക്ക് നമുക്ക് വേഗം ചാടി കേറാം. ഇപ്പോഴാണ് നിലകൊഴുന്നതിന്റെ ഒരു കുട്ടൻസ് കിട്ടിയത്. അല്ല, നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ? യമരാജന്റെ പോത്ത് നമ്മളെ കൊണ്ടുപോകുമെന്നാണോ? നമ്മൾ ജീവനോടെ തന്നെ ഉണ്ട് മോട്ടോ. യമരാജന്റെ പോത്തിനെ ആരും ഇതുവരെ നേരിട്ട് കണ്ട ചരിത്രം ഉണ്ടായിട്ടില്ല. ഈ യമരാജനൊക്കെ ഉണ്ടോ? നമ്മുടെ പുരാണങ്ങളിൽ അത് എഴുതിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷെ ആരും ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഇന്ന് പത്ലു എന്ന മനുഷ്യനെയാണ് കൊണ്ടുവരേണ്ടത്. അദ്ദേഹത്തിന്റെ ജീവൻ രേഖ അവസാനിച്ചിരിക്കുന്നു. അത് കണ്ടു ചിത്രഗുപ്ത, ആ പത്ലു വയലിൽ ഇരിക്കുന്നത്. നീ എന്തായി കാണിച്ചത്? വേഗം ചെല്ലു ചിത്രഗുപ്ത, ആ ലാപ്ടോപ്പ് തിരിച്ചെത്തിച്ചേ പറ്റൂ. സകല ജീവജാലങ്ങളുടെയും ജീവന്റെ കണക്കുകൾ അതിലാണുള്ളത്. ഇതെന്ത് കുന്തവാ? ഇതെവിടുന്നാ വന്നത്? അല്ല, ഇത് ലാപ്ടോപ്പ് ആണല്ലോ. ഇതിപ്പോ എവിടെന്നാ വീണേ? ആ വിമാനത്തുനിന്ന് വീണതെന്നാ തോന്നുന്നേ. പത്ലു, എന്താ ഈ മേഘം താഴോട്ട് ഇറങ്ങി വരുന്നത്? എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. അതെ, അതൊരു മനുഷ്യനാണല്ലോ. വരൂ, നമുക്ക് അവരോട് ചെന്ന് ചോദിക്കാം. നമുക്കും അവരുടെ കൂടെ ആ മേഘത്തിൽ സഞ്ചരിക്കാൻ പറ്റുമോ? എന്റെ മോട്ടോ, അത് മനുഷ്യനല്ല, യമരാജനാണ്. സാക്ഷാൽ യമരാജൻ. ഈ ലാപ്ടോപ്പ് അദ്ദേഹത്തിന്റെ ആയിരിക്കോ? ചിത്രഗുപ്ത, എത്രയും പെട്ടെന്ന് ആ ലാപ്ടോപ്പ് കണ്ടുപിടിക്കൂ. അതിൽ പത്ലുവിന്റെ മരണ ദിവസം കുറിച്ചിട്ടുണ്ട്. അതെങ്ങാനും ഡെലിറ്റ് ആയാൽ നമുക്ക് അവനെ കൊണ്ടുപോകാൻ പറ്റില്ല. വേഗം അന്വേഷിക്കേ. യമരാജ് എന്നെ കൊണ്ടുപോകാൻ വന്നതാണ്. എന്നെ കൊണ്ടുപോകാൻ വന്നത് തന്നെയാ. മോട്ടോ, ഞാൻ നിന്നെ വിട്ടുപിരിയാൻ ആഗ്രഹിക്കുന്നില്ല. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ മോട്ടോ, വേഗം ചെയ്യേ. ഞാൻ കൂടെയുള്ളപ്പോ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല പത്ലു. പക്ഷെ നമ്മൾ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഐഡിയ! ഈ സമൂസയുടെ സ്വാദ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഹലോ സാറേ, ഇത് കഴിച്ചോളൂ. ഇന്നാ എന്താ ഇനിയും വേണോ? ഇത് വളരെ നന്നായിട്ടുണ്ടല്ലോ. ഈ ഐഡിയ വളരെ കൊള്ളാൻ പത്ലു. ഇനി യമരാജന് നമ്മളെ തൊടാൻ പോലും പറ്റില്ല. ചിത്രഗുപ്ത, അത് നോക്കൂ, അവരുടെ സാമർത്ഥ്യം കണ്ടോ? നമ്മുടെ വാഹനവുമായിട്ടാണല്ലോ അവന്മാര് പോകുന്നത്. വന്നാലും ആ മനുഷ്യന്റെ വാഹനത്തിൽ നമുക്കും അവരെ പിന്തുടരാം. ഈ വാഹനം ഓടിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല ചിത്രഗുപ്ത. മോട്ടു പത്ലു, ഇതെന്താ ബാലക്കാരുടെ കൂട്ട്? നിങ്ങളെന്താ ബാലെ കളിക്കാൻ പോവാണോ? വത്സ, നീ ആരെയാണ് മോട്ടു എന്ന് വിളിക്കുന്നത്? നാം യമരാജനാണ്. യമരാജൻ. പിന്നെ ഇത് ചിത്രഗുപ്തൻ. ഓഹോ, നിങ്ങൾ യമരാജനാണോ? പിന്നെ ഇത് ചിത്രഗുപ്തനും? അതേ സുഹൃത്തെ, ഇദ്ദേഹം യമധർമ്മനാകുന്നു. യമലോകത്ത് നിന്ന് വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. യമലോകത്ത് നിന്ന് വന്നതാണോ? ഞാൻ ഇന്ന് തന്നെ നിങ്ങളെ യമലോകത്തേക്ക് അയക്കുന്നുണ്ട്. നിങ്ങൾ എന്താ വിചാരിച്ചേ? ഈ തലേ കിരീടവും വെച്ചിങ്ങനെ വേഷമൊക്കെ മാറി വന്ന എനിക്ക് അറിയില്ലെന്ന് വിചാരിച്ചോ? ഇപ്പൊ കാണിച്ചു തരാം. വിടൂ, വിടൂ. എന്താണ് ഈ കാണിക്കുന്നത്? നമുക്ക് വേദനിക്കുന്നു. ഇത് ഒടുക്കത്തെ പശയാണല്ലോ. പത്ലുവിന്റെ മീശ എന്തായാലും വലിച്ചു നോക്കാം. യമരാജൻ, രക്ഷിക്കൂ! നീ ഞങ്ങളുടെ മീശ പിടിച്ചു പറിച്ച് ഞങ്ങൾ അപമാനിച്ചിരിക്കുന്നു. അതിന്റെ ശിക്ഷ നീ അനുഭവിച്ചേ മതിയാവും. രക്ഷിക്കൂ യമരാജൻ, രക്ഷിക്കൂ! അറിയാതെ പറഞ്ഞു പോയതാ, എന്നെ രക്ഷിക്കൂ, മാപ്പാക്കൂ. കൊള്ളാലോ, ഇത് സ്വാദിഷ്ടമായ ഭക്ഷണമാണല്ലോ.
ആ മോട്ടു, എന്റെ ചങ്ക്, എന്റെ സുഹൃത്തെ, ഈ പോത്തിന്റെ പുറത്ത് കയറി എങ്ങോട്ടായി പോകുന്നത്? ഡോക്ടർ ജഡ്ക, ഞങ്ങളെ ഒന്ന് രക്ഷിക്കേ. യമരാജൻ ഞങ്ങളുടെ പുറകിൽ തന്നെ വരുന്നുണ്ട്. ഈ ലാപ്ടോപ്പിൽ എന്റെ ജീവൻ രേഖയുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അവരിത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് ഇതൊന്ന് നശിപ്പിക്കേ. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഒന്ന് തെളിച്ചു പറ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിനെ നശിപ്പിക്കാൻ പോയിട്ട് ഒന്ന് തൊടാൻ പോലും കഴിയുന്നില്ല. മോട്ടു, നമ്മളിനി എന്ത് ചെയ്യും? ഞാൻ എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിങ്ങൾക്ക്? ഡോക്ടർ ജഡ്ക, നിങ്ങൾ ഞങ്ങളെ ഒന്ന് സഹായിക്ക്. ഞങ്ങൾ നിങ്ങളെ ശരണം പ്രാപിച്ചു വന്നിരിക്കുകയാണ്. ഓ പത്ലു, എന്റെ ചങ്ക്, എന്റെ സുഹൃത്തെ, ഞാനുള്ളപ്പോ നിന്നെ ആരും തൊടില്ല. ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമുക്ക് വഴി ഉണ്ടാക്കാം. ഓഹോ, അപ്പോൾ നീയാണല്ലേ ഇവരെ രക്ഷിക്കാൻ പോകുന്നത്? രക്ഷിക്കണേ, രക്ഷിക്കണേ. യമരാജാ, ഓടിക്കോ. ഞാനൊരു പാവൻ ഡോക്ടറാണ്. രക്ഷിക്കണേ. എന്റെ അമ്മോ, ഈ മോട്ടുപത്ലു ഏത് വണ്ടിയിലാണ് സവാരി ചെയ്തത്? ഏയ്, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി ഇംപോസിബിൾ. ഇത് പറ, ഇത്രയും സ്പീഡിൽ നിങ്ങൾ എങ്ങോട്ടായി പോണത്? വണ്ടി നിർത്ത് വേഗം. ഇതിനെ ഇപ്പൊ പിടിച്ചു നിർത്താൻ പറ്റില്ല, കാരണം ഇത് പത്ലുവിന്റെ ഒരു ജീവിത പ്രശ്നമാണ്. ഇത് ഏത് വണ്ടിയാണ്? ഏത് മോഡലാണ്? സ്റ്റോപ്പ്! ഇൻ ദ നെയിം ഓഫ് ലോ, സ്റ്റോപ്പ്! സാറേ, ഇത് യമരാജന്റെ പോത്താണ്. ഇതിനെ പിടിച്ചു നിർത്തുക പ്രയാസമാണ്. സോറി സാറേ, ഇതെന്റെ ജീവന്റെ പ്രശ്നമാണ്. ഡോണ്ട് മൈൻഡ്. ഇംപോസിബിൾ, ഇംപോസിബിൾ. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ സ്വപ്നം കാണാണോ? വണ്ടി നിർത്തിക്കോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വെടിവെക്കും. എന്റെ അമ്മോ! എന്തായിരുന്നു അത്? ഒരു സൈക്കിളിനെ കൊണ്ട് എങ്ങനെ മോട്ടോർ സൈക്കിളിനേക്കാൾ വേഗത്തിൽ പോകാൻ സാധിക്കും? ഇംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി ഇംപോസിബിൾ. എന്താണത്? മോട്ടു പത്ലു, നിങ്ങൾക്ക് എവിടുന്നാ ഇത്ര വലിയ മീശ കിട്ടിയത്? വണ്ടി നിർത്ത്, എന്നോട് മറുപടി പറ. ക്ഷമിക്കണം വത്സ, നമ്മൾ കുറച്ച് തിരക്കിലാണ്, നിർത്താൻ പറ്റില്ല. ആരാണ് ഈ വത്സൻ? ആരാണവൻ? എന്റെ പേര് ചിങ്കം എന്നാണ്, ഇൻസ്പെക്ടർ ചിങ്കം. മര്യാദക്ക് നിർത്തിക്കോ, ഇതെന്റെ ഒരു ഓർഡറാണ്. വണ്ടി നിർത്താൻ ഞാൻ നിയമത്തിന്റെ ഭാഷയിൽ പറയുന്നു. എങ്കിൽ തന്നെ എന്റെ തല പെരുത്തിരിക്കുകയാണ്. എനിക്കിപ്പോൾ നിർത്തുവാൻ സാധിക്കില്ല. നീ പുറകിൽ വന്നോളൂ പുത്രൻ. ആരാണ് ഈ പുത്രൻ? അപ്പൊ പറഞ്ഞു വത്സൻ, ഇപ്പൊ പറയുന്നു പുത്രൻ. ആരാണത്? യമരാജൻ ഇങ്ങ് അടുത്തെത്തി. പോത്തിന്റെ സ്പീഡ് കൂട്ടിയേ പറ്റൂ. എന്റെ അമ്മോ, എന്താ ഈ സംഭവിക്കുന്നത്? ആരെങ്കിലും ആ വണ്ടി ഒന്ന് നിർത്തൂ, നിർത്താൻ. ഞാൻ പറയുന്നത് അനുസരിക്കണം, നിർത്താൻ. നിർത്താനാണ് പറയുന്നത്. ഇത് അധിക പറ്റായി പോയി. യമരാജന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുക ഇംപോസിബിൾ, ഇംപോസിബിൾ. ഏയ്, ഇത് എന്റെ ഡയലോഗാണ്, നിങ്ങളത് പറയരുത്. ഈ സംഭവിക്കുന്നതൊന്നും നടക്കാൻ പാടില്ലാത്തതാണ്. ഇംപോസിബിൾ. ഞാൻ എന്നല്ല പറഞ്ഞത്, ഇംപോസിബിൾ എന്നാ പറഞ്ഞത്. എം എന്ന് പറഞ്ഞാൽ യമൻ. എം. യാ, യാ, ഉസ്, ഉസ്, ഉർർ. ഇനി നമ്മളെ ആർക്കും രക്ഷിക്കാൻ സാധിക്കില്ല. കളി കഴിഞ്ഞു, പോകാനുള്ള സമയമായി. ആ ലാപ്ടോപ്പ് എനിക്ക് തരൂ. സകല ജീവജാലങ്ങളുടെയും ജനന മരണ കണക്കുകൾ അതിലാണുള്ളത്. നിങ്ങൾ പത്ലുവിനെ കൊണ്ടുപോവില്ലെന്ന് ആദ്യം എനിക്ക് വാക്ക് തരൂ, ഇല്ലെങ്കിൽ ഞാൻ ഈ ലാപ്ടോപ്പിലുള്ള എല്ലാ എൻട്രികളും ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അതെനിക്കൊരു 8ന്റെ പണിയായി തീരും. ആരെയൊക്കെ കൊണ്ടുപോകണം, നിർത്തണമെന്ന് അറിയാതെയായി പോകും. നിനക്ക് ഇതിലുള്ള എൻട്രീസ് ഡിലീറ്റ് ചെയ്യാൻ അറിയാമോ? അതൊന്നും അറിയില്ല, എങ്കിലും പറഞ്ഞവരെ ഒന്ന് പേടിപ്പിക്കാലോ. ദയവ് ചെയ്ത് അങ്ങനെ ഒന്നും ചെയ്യരുത് വത്സ. നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തും ഞങ്ങൾ തരാൻ തയ്യാറാണ്. എനിക്ക് എന്റെ കൂട്ടുകാരന്റെ ജീവിതം തിരിച്ചു തരൂ. മോട്ടുവിനോട് പറ ആ ലാപ്ടോപ്പ് ഇങ്ങ് തിരിച്ചു തരാൻ, ഇല്ലെങ്കിൽ പത്ലുവിന് പകരം അവനെ കൊണ്ടുപോകുമെന്ന് പറ. അപ്പൊ കണ്ടോ, 1 സെക്കൻഡ് കൊണ്ട് ആ ലാപ്ടോപ്പ് ഇങ്ങ് തിരിച്ചു തരും. താങ്കൾക്ക് ഉറപ്പുണ്ടോ മഹാരാജൻ? എനിക്കെന്തോ അക്കാര്യത്തിൽ വലിയൊരു പന്തികേട് തോന്നുന്നുണ്ട്. നീ കണ്ടോ, അവനവന്റെ കാര്യം വരുമ്പോൾ മനുഷ്യൻ അവന്റെ എല്ലാ ബന്ധങ്ങളും മറക്കുന്നതായിരിക്കും. അവൻ സ്വയം രക്ഷപ്പെടാനേ ശ്രമിക്കൂ. ശരി, നിങ്ങളുടെ സൗഹൃദത്തിൽ ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നു. എന്നാൽ പത്ലുവിന് പകരം നിന്നെയാണ് കൊണ്ടുപോകാൻ പോകുന്നത്.
എനിക്ക് പൂർണ്ണ സമ്മതമാണ്. അവിടെ നല്ല ചൂടുള്ള സമോസയൊക്കെ കിട്ടുമല്ലോ അല്ലേ? പറ്റില്ല, മോട്ടോവിനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ വരാം, എന്നെ കൊണ്ടുപോയിക്കോളൂ. ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? ആര് എങ്ങോട്ടായി പോകുന്നത്? നാം സന്തുഷ്ടനായിരിക്കുന്നു. മോട്ടു, നീ ഒരു ധീരനാണ്. നിന്നെ പോലെ ഒരു കൂട്ടുകാരനെ കിട്ടുക എന്നത് വളരെ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ പത്ലുവിന്റെ ഇനിയുള്ള ജീവൻ നാം ദാനമായി നൽകുന്നു. നിങ്ങളുടെ സൗഹൃദം എന്ന് നിലനിൽക്കട്ടെ. എന്റെ അമ്മോ, നിങ്ങൾ എത്ര എന്നെ കൊണ്ടുപോകുന്നത്? എന്നെ ഒന്ന് താഴേക്ക് വിട്. എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. എന്റെ അമ്മോ, വേണ്ട യുവരാജാവേ, വേണ്ട, എന്നെ താഴേക്ക് ഇടരുത്. താങ്കൾ എന്നോട് ക്ഷമിക്കണേ. എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. ഗുസ്തി പഠിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ നിക്കാൻ. എവിടെ പോകുന്നു? നിക്കാൻ. എനിക്ക് ഗുസ്തി പിടിക്കേണ്ട. വിട് വിട്, വിടാനല്ലേ പറഞ്ഞ. വിട് വിട്. ഇല്ല, ഞാൻ വിടില്ല. നീ എന്റെ കൂടെ ഗുസ്തി പിടിച്ചേ പറ്റൂ. നിക്ക്. നീ എവിടെ പോവാ? നിക്കാൻ. എനിക്ക് ഗുസ്തി ചെയ്യണമെന്നില്ല. നീ എന്തിനാ എന്റെ പുറകെ നടക്കുന്നേ? വിട്, എന്നെ വിട്. ഞാൻ ജയിച്ചേ. അടുത്ത റൗണ്ട് തുടങ്ങി. And the winner is Motu the Great. ഡോക്ടർ ജഡ്ക, എന്നെ ഒന്ന് രക്ഷിക്കേ. മോട്ടു എന്റെ കഥ കഴിക്കുമെന്നാ തോന്നുന്നേ. ഇവന്റെ ഈ ഗുസ്തി പ്രാന്ത് മൊത്തം എന്റെ ശരീരത്തിലാ തീർക്കുന്നേ. മോട്ടു, നിനക്ക് നല്ലൊരു ന്യൂസ് ഉണ്ട്. ദാ ഇത് നോക്കേ. അതെ, WWE എന്താണ്? ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഫുർഫുറി നഗർ വേൾഡ് റെസ്ലിംഗ് എന്റർടൈൻമെന്റ്. ഇതിൽ പങ്കെടുക്കാനായി ദേശത്തിന് പുറത്തുള്ള ഫയൽമാന്മാരും ഒന്ന് വരുന്നുണ്ട്. ആലോചിക്കേ, അവന് നീ ഇടിച്ചിടിച്ച് ചമ്മന്തിയാക്ക, പിന്നെ ഈ ഫുർഫുറി നഗരത്തിലെ ഹീറോ ആയി മാറും നീ. അതെന്നേ. മാത്രമല്ല 1,00,000 രൂപയുടെ സമ്മാനവും ലഭിക്കും. അതിന് നിനക്ക് എത്ര വേണമെങ്കിലും സമൂസി വാങ്ങിച്ച് കഴിക്കാം. 1,00,000 രൂപയുടെ സമൂസയോ? ഞാൻ മത്സരിക്കാം. Yeah. The name is ചിങ്കം. ചിങ്കത്തിനടുത്ത് രക്ഷപ്പെടുന്നത് impossible. ചിങ്കം സാറേ, നിങ്ങള് കുറ്റവാളികളെ പിടിക്കാനല്ല ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. നിങ്ങള് ഗുസ്തിയുടെ റെഫറിയാണ്. ഓ സോറി. ഇവിടെ ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താൻ പോകുന്നത് ഫുർഫുറെ നഗരത്തിലെ സമോസ ഈറ്റർ. സൈലൻസ്. ഇനി നിങ്ങളുടെ മുമ്പിൽ എത്താൻ പോകുന്നത് തണ്ടർ ടേക്കർ. എന്റെ ഭഗവാനെ, ഇവന്റെ കൂടെയാണോ ഗുസ്തി പിടിക്കേണ്ടത്? ഏയ് വേണ്ട, എനിക്ക് ഇവന്റെ കൂടെ ഗുസ്തി പിടിക്കണ്ട. ഇത് നമ്മുടെ ഫുർഫുറി നഗറിന്റെ അഭിമാന പ്രശ്നമാണ്. നീ ഒരിക്കലും പിന്മാറാൻ പാടില്ല. ജയിച്ചാൽ 1,00,000 രൂപയ്ക്ക് സമൂസ വാങ്ങി തിന്നാം. ഒന്നും ആലോചിക്കണ്ട, ചാടി മോന്തക്കിട്ടൊന്ന് കൊടുക്കാവന്റെ. അല്ല, ജീവൻ ബാക്കിയുണ്ടെങ്കിലല്ലേ സമൂസ കഴിക്കാൻ പറ്റൂ പത്ലു. ഫൈറ്റ് സ്റ്റാർട്ട്. എന്റെ ലോകനാർഗാവിൽ അമ്മേ. ഞാൻ ജയിച്ചു. എന്റെ അമ്മോ, ഞാൻ റെഫറി ആണോ? സോറി ചിങ്കം സാർ. എന്റെ അമ്മോ. നീ എന്തായി ചെയ്യുന്നേ? ജീവൻ രക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ്. കണ്ടോളൂ. നീ അവനെ തോൽപ്പിച്ചിരിക്കുന്നു. നീയാണ് ജയിച്ചത്. ജയിച്ചു. ഓട്ടോ, നീ ഒന്ന് നിക്ക്. നീ ഇപ്പൊ ഫുർഫുറി നഗറിലെ ഹീറോ ആണ്. നീ ആ തണ്ടർ സ്റ്റാറിന് എന്തൊരു ഇടിയാ അടിച്ചേ. ഓ
പൊളിച്ചെടുത്തല്ലോ. മോട്ടു നീ ഒരു സ്റ്റാറായി മാറിയിരിക്കാണ്. എങ്ങോട്ടാ നീ ഓടുന്നേ? എന്തോ ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടത്. ഇനി ഞാൻ മത്സരിക്കില്ല. എനിക്ക് മത്സരിക്കണ്ട. ജീവൻ വെച്ചുള്ള കളിക്ക് ഞാനില്ല. ഞാൻ ജീവിച്ച് പോയിക്കോട്ടെ. ഐഡിയ. പൊളിച്ചെടുത്തല്ലോ. എന്തായി കാണിക്കുന്നത്? അവനെ പിടിച്ചു നിർത്താനും പറ, അവനെ ഓടിക്കാണല്ലോ. നിങ്ങൾ എല്ലാവരും കൂടി എന്നെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുകയാണോ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മത്സരിക്കണ്ട. ഓ മോട്ടു, എന്റെ ചങ്കേ, എന്റെ സഹോദരാ, ഇതാ ഇത് വെച്ചോളൂ. മത്സരത്തിന് മുമ്പ് ഇതിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ചോളൂ. ഇത് കഴിച്ചാൽ ഉടൻ തന്നെ നിനക്ക് പുലിയുടെ ശക്തി ലഭിക്കും. പിന്നെ നിനക്ക് റിങ്ങിനകത്ത് ആരെ വേണമെങ്കിലും മലർത്തിയടിക്കാൻ മോട്ടു. സത്യമാണോ പറയുന്നത്? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണം മോട്ടു. ഇനി ഒരു പക്ഷേ മരുന്ന് വലിച്ചില്ലെങ്കിൽ തിരിച്ചു പോന്നേക്കണമേ. അങ്ങനെയാണെങ്കിൽ ശരി, നാളെ ഞാൻ മത്സരിക്കാം. ആ ചിങ്കമിങ് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് വേഗം സ്ഥലം വിടാം. പക്ഷെ അയാൾ എവിടെയാ പോയത്? ഞാൻ അയാളെയാണല്ലോ ഇടിച്ചിട്ടത്. ഇന്ത്യ രാജ്യമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. വിടില്ല ഞാൻ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. എന്റെ ദൈവമേ, ഇയാള് ഭയങ്കര ദേഷ്യത്തിലാ. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയേക്കാം. അതെ, ആരെങ്കിലും എന്നെ ഒന്ന് താഴേക്ക് ഇറക്കി വിടണേ. വിടില്ല ഞാൻ. ഇനി വരുന്ന ആളിനെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. യാ. ഇപ്പൊ നമ്മുടെ മുമ്പിൽ എത്തുന്നത് എല്ലാവരുടെയും പേടി സ്വപ്നമായ സൂപ്പർ ഫൈറ്റർ കിങ് കോബ്ര. ഇവരാണ് എന്റെ കൂടെ കുസ്തി പിടിക്കാൻ പോകുന്നത്. ചിങ്കം സാർ, സ്റ്റാർട്ട് ദ ഫൈറ്റ്. മോട്ടോ, ഡോക്ടർ ജഡ്കയുടെ മരുന്ന് കഴിച്ചോ? എന്നാ പിടിച്ചോ. ഈ ഞാഞ്ഞോലിന്റെ കൂടെ കുസ്തി പിടിക്കാൻ എനിക്ക് ഒരു മരുന്നിന്റെ ആവശ്യമില്ല. നിങ്ങളൊക്കെ ഇവന് വേണ്ടി പ്രാർത്ഥിക്കാൻ നോക്ക്. Come on, start. പത്ലു, ആ മരുന്ന് കിടക്ക്. പത്ലു, മരുന്ന് മരുന്ന്. ഇന്ന് മോട്ടോന്റെ കാര്യം പോക്കാം. എന്റെ ജഡ്കാരെ, നിങ്ങൾ എന്ത് മരുന്നാ മോട്ടോന് കൊടുത്തേ? ഓ പത്ലു, എന്റെ സുഹൃത്തെ, അത് ശക്തിയുള്ള മരുന്നൊന്നും അല്ല, വെറും പൊടി മാത്രോ. പക്ഷെ എന്റെ മനസ്സ് പറയുന്നത് ഈ മത്സരത്തിൽ മോട്ടുമായിരിക്കും ജയിക്കാന്ന്. അത് കലക്കി. മോട്ടു is the winner. ഇനിയുള്ള മത്സരം മോട്ടുവും സ്കോർപ്പിയോയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. മത്സരം തുടങ്ങട്ടെ. സ്റ്റാർട്ട്. എനിക്ക് കുസ്തി പിടിക്കാൻ വയ്യ. ഞാൻ വല്ലാണ്ട് ക്ഷീണിച്ചു പോയി. ഇങ്ങോട്ട് ദാ, ആദ്യം ആ പൗഡർ ഞാൻ കഴിക്കട്ടെ. ഇനി നീ കണ്ടോ പത്ലു, ഈ സൂപ്പർ പൗഡർ കഴിച്ചതിന് ശേഷം ഞാൻ ഇവനെ അലക്കി എടുക്കുന്നത്. ഇന്നും ആ ഡോക്ടർ ജഡ്ക എന്നെ പറ്റിച്ചു. ഈ മരുന്നിന് യാതൊരു ശക്തിയുമില്ല. മോട്ടോ, വേഗം എന്തെങ്കിലും ചെയ്യേ. എത്രയെന്ന് വെച്ചാ ഈ തല്ലൊക്കെ വാങ്ങി കൂട്ടാ. ഞാൻ എന്താ ചെയ്യേണ്ടത്? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കും. ഐഡിയ. മോട്ടോ, ഇത് കണ്ടോ? ഇത് നിനക്കുള്ള സമൂസയാണ്. ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം കഴിക്കാൻ വേണ്ടി നിനക്ക് ഞാൻ കൊണ്ടുവന്നതാ. പക്ഷെ എങ്കിലും നീ ഇത് ഇപ്പൊ തന്നെ കഴിച്ചോളൂ. നിന്റെ ഓരോ പഞ്ചിനും ഞാൻ നിനക്ക് ഓരോ സമൂസ തരാം. എന്റെ കാവിലമ്മേ. മിടുക്കൻ മോട്ടു. മോട്ടു.
വേഗം എടുക്ക എന്റെ സമൂസ. സമോസ കഴിഞ്ഞു മോട്ടോ. ഒരു ചെറിയ ഫുർഫുറി നഗരത്തിലെ പേലവാൻ തടിയൻ നമ്മളെ ഇങ്ങനെ അങ്ങോട്ട് നാണം കെടുത്തു ഞാൻ വിചാരിച്ചില്ല. വാ, നമുക്ക് അവനൊരു പാഠം പഠിപ്പിക്കാനുണ്ട്. വരൂ ചീറ്റിംഗ് ചീറ്റിംഗ് സമോസ കഴിഞ്ഞു. നിക്ക, ഞാനൊന്ന് നോക്കട്ടെ. ആരുടെയെങ്കിലും കയ്യില് സമോസ ഉണ്ടോ? ഇതാ പിടിച്ചോളൂ സമോസ പത്ലു. ഇത് എന്റെ വക ഫ്രീ ആയിട്ട്. അവരെ പെട്ടെന്ന് തോൽപ്പിക്കൂ. വിട്ടുകൊടുക്കരുത് മോട്ടു. ആ സമൂസ മോട്ടു വീഴ എത്താൻ പാടില്ല. ഇന്ത്യ രാജ്യമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. ഇങ്ങനത്തെ ഒരു ഫൈറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ആൻഡ് ദ വിന്നർ ഈസ് സമോസ ഈറ്റർ മോട്ടു. മോട്ടു ഈസ് ദ വിന്നർ. ചായക്കട ചേട്ടാ, വേഗം കുറച്ച് സമൂസ ഇങ്ങെടുത്ത്. ഇന്ന് ഒരുപാട് മേലനങ്ങിയിട്ട് വരുന്നതായി ഞാൻ. നല്ല വിശപ്പുണ്ട്. മോട്ടു, കാര്യം എന്താണെന്ന് അറിയോ? നിനക്കിനി ക്യൂവിൽ വരേണ്ടി വരും. എന്റെ സമോസയ്ക്ക് എന്തോ വലിയ ശക്തി ഉണ്ടെന്നാ അവര് ധരിച്ചു വെച്ചേക്കുന്നത്. ദേ, അവരെല്ലാവരും കൂടി എന്റെ സമോസ തിന്നാൻ വരികയാ. ലൈനിന് ചുരുങ്ങിയത് 1 കിലോമീറ്റർ എങ്കിലും ദൂരം കാണും. വേഗം സ്ഥലം വിട്.